തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ചിഹ്നം ലഭിക്കാതെ വന്നതോടെ ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ലഭിച്ചിരുന്ന ക്ലോക്ക് അടയാളം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അപര സ്ഥാനാർത്ഥിക്കാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി കെ രമയ്ക്ക് ലഭിച്ചത് ടെലിവിഷൻ ചിഹ്നമാണ്. RB സ്ഥിരം മത്സരിച്ചിരുന്ന ഫുട്ബോൾ ചിഹ്നം റദ്ദ് ചെയ്തതിനെതിരെ പാർട്ടി രംഗത്തെത്തിയിരുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സിനോജ്, ഈ വിചാരിച്ചിരുന്ന ചിഹ്നം ലഭിക്കാത്തതിൽ സ്ഥാനാർത്ഥികൾക്ക് വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ എ.കെ. ശശീന്ദ്രനെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ്. അദ്ദേഹത്തിന്റെ അപര സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച ചിഹ്നം ലഭിച്ചിരിക്കുന്നു. RBക്കും ഇത്തരത്തിൽ അമർഷമുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. ഈ സ്ഥാനാർത്ഥികളെല്ലാം, ഈ ചിഹ്നം മാറ്റി ലഭിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഇത്രത്തോളം ഘട്ടം എത്തി നിൽക്കുകയാണ്. അവർ വിചാരിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ചിഹ്നം വെച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളിലും പോസ്റ്ററുകളും ഒക്കെ നേരത്തെ നടത്തിയിരുന്നു. ആര്യാശ്രുതി, അതെ, കാരണം കുറച്ച് ദിവസങ്ങൾ കൂടെ ഇനി ബാക്കിയുള്ളൂ. ചിഹ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത്തവണ കൂടുതൽ അപരന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപരന്മാരെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ചിഹ്നം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു എ.കെ. ശശീന്ദ്രൻ അപരനല്ല, അത് NCPയുടെ അജിത് പവാർ വിഭാഗം നേതാവ് കൂടിയാണ് P.K. ശശീന്ദ്രൻ. എ.കെ. ശശീന്ദ്രൻ, P.K. ശശീന്ദ്രൻ. ആ ഇനീഷ്യലിലെ ഒരു അക്ഷരം മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ പ്രത്യേകിച്ച് ചിഹ്നം നോക്കിയായിരിക്കും വോട്ട് കുത്തുക. ഇത്രയും കഴിഞ്ഞ 3 തവണ എ.കെ. ശശീന്ദ്രൻ മത്സരിച്ചത് ക്ലോക്ക് ചിഹ്നത്തിലാണ്. NCPയുടെ ചിഹ്നം അതാണ്. പക്ഷേ ഇത്തവണ NCP 2 ആയതുകൊണ്ട് അജിത് പവാർ വിഭാഗത്തിനാണ് ആ ക്ലോക്ക് ചിഹ്നം പോയത്. ശശീന്ദ്രൻ കിട്ടിയത് കാഹളം ഊതുന്ന മനുഷ്യന്റെ ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഈ ചിഹ്നം വോട്ടർമാരുടെ മനസ്സിൽ പതിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ അഹമ്മദ് ദേവർഗോവിൽ LDF സ്ഥാനാർത്ഥിയാണ്, INL നേതാവാണ്. അദ്ദേഹം ഗ്ലാസ് ചിഹ്നത്തിലാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മണ്ഡലത്തിൽ ഉടനീളം ഗ്ലാസ് ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് പോസ്റ്റർ ഒട്ടിക്കുകയും ബാനർ വയ്ക്കുകയും ചുമരെഴുതുകയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ഇന്നലെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഗ്യാസിന് പകരം ബക്കറ്റാണെന്ന് അറിഞ്ഞു. ഇനിയും ആ മുഴുവൻ മായ്ച്ച് അവിടെ ബക്കറ്റിന്റെ ചിത്രം വരച്ച് ആളുകളെ മനസ്സിലേക്ക് ബക്കറ്റിന്റെ ചിത്രം കയറ്റേണ്ട ആവശ്യമുണ്ട്. വടകരയിൽ കെ രമ ആയിക്കോട്ടെ, UDF സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് ഫുട്ബോൾ ചിഹ്നത്തിലാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഫുട്ബോൾ ചിഹ്നം കിട്ടുമെന്ന് കരുതി. പക്ഷേ ടെലിവിഷനാണ് കെ രമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ബേപ്പൂരിലേക്ക് പോയ PV അൻവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കൊടുത്തത് ടിപ്പർ ലോറിയുടെയും ബക്കറ്റിന്റെ ചിഹ്നങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചത് ഗ്യാസ് കുറ്റിയാണ്. പക്ഷേ ഗ്യാസ് സിലിണ്ടർ അദ്ദേഹത്തിന് അനുഗ്രഹമാണ് എന്ന് അദ്ദേഹത്തിന് ക്യാമ്പ് പറയുന്നുണ്ട്. കാരണം വെൽഫെയർ പാർട്ടിയൊക്കെ ഇതിന് മുൻപ് മത്സരിച്ചത് ഈ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലാണ്. അങ്ങനെ ചിഹ്നം കൊണ്ട് ചില സ്ഥാനാർത്ഥികളൊക്കെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും ഇനി പരാതിയുമായി പോയിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി പോസ്റ്ററുകൾക്ക് തന്നെ അടിച്ച് സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ട് ചിഹ്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വോട്ടർമാരിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ സ്ഥാനാർത്ഥികളും അണികളും ഉള്ളത്. അതെ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. സിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാറിയ ചിഹ്നം ഇനി ജനങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവരിനി പ്രചാരണത്തിലേക്ക് കടക്കാൻ പോകുന്നത്.